ഈ വീഡിയോ കാണുന്നവർ ഭാഗ്യവാന്മാരാണ്. എന്താണെന്നല്ലേ? കാരണം ഞാൻ പറഞ്ഞുതരാം. മെയ് 24, 25 തീയതി എന്തായാലും സേവ് ചെയ്ത് വെച്ചോളൂ അടുത്ത വർഷത്തേക്ക്. എന്തായാലും എനിക്ക് പറ്റിയ ഒരു നഷ്ടം നിങ്ങൾക്ക് പറ്റാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഡേറ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. എന്താണ് പ്രത്യേകത എന്നല്ലേ? നമ്മുടെ കണ്ണൂർ മാണിയൂർ കിഴക്കൻകാവിലെ കളിയാട്ട മഹോത്സവമാണ്. ഇവിടുത്തെ മഹോത്സവത്തെ പറ്റി പറയണ്ട, ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര നഷ്ടമാണ് പറ്റിയത്. ഇന്നലെ രാത്രി പോകാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇവിടുത്തെ തെയ്യങ്ങൾ എന്ന് പറയുമ്പം ഭൂതം, അതുപോലെ വലിയ മുടിയുള്ള തമ്പുരാട്ടി. തെയ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുടിയുള്ള തമ്പുരാട്ടി ഉള്ള സ്ഥലമാണ് ഈ കിഴക്കൻകാവ്. ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ വലുപ്പത്തിലും അതുപോലെ തന്നെ ഹൈറ്റിലും അത്രയും വലിപ്പമുള്ള ഒരു തിരുമുടിയുള്ള തമ്പുരാട്ടിയുള്ള ക്ഷേത്രമാണ് ഈ മാണിയൂർ ശ്രീ കിഴക്കൻകാവ് ക്ഷേത്രം. അതുമാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വളരെ പുരാതനമായ 2500-3000 വർഷം പഴക്കമുള്ള, എത്രയെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത അത്രയും പഴക്കമുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഏക സൂര്യക്ഷേത്രം. കേരളത്തിൽ വേറെ സൂര്യക്ഷേത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. സൂര്യക്ഷേത്രവും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും അതുപോലെ അയ്യപ്പ ക്ഷേത്രവും തൊട്ടടുത്ത് തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രവും ഉണ്ട്. അപ്പോൾ ഈ 4 അമ്പലവും തൊട്ടടുത്ത് തന്നെ കിഴക്കൻ കാവും. അങ്ങനെയുള്ള വലിയൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ കളിയാട്ട മഹോത്സവം എന്ന് പറഞ്ഞാൽ. അത് എനിക്ക് പറയുന്നതിലപ്പുറം അവിടെ പോയിട്ട് തന്നെ അനുഭവിക്കണം. അത്രയും ഭയങ്കര. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈ വീഡിയോ കാണുന്നവർ ഭാഗ്യവാന്മാരാണെന്ന്. കളിയാട്ട മഹോത്സവം എന്ന് പറഞ്ഞാൽ തലേന്നത്തെ രാത്രി ബോധമുണ്ട്, അതുപോലെ തന്നെ തമ്പുരാട്ടി അമ്മ, പിറ്റേന്ന് തമ്പുരാട്ടി അമ്മ. കാലത്ത് 7 മണി മുതൽ 8 മണിക്കുള്ളിലാണ് ഈ തിരുമുടി വെപ്പ്. ഈ തിരുമുടി വെപ്പ് തന്നെ ഒരുപാട് ആൾക്കാരുടെ ആ ഒരു പ്രയത്നം കൊണ്ടാണ് ഈ തിരുമുടി നിവർക്കൽ. അതൊക്കെയാണ് കാണേണ്ടത്. തിരുമുടി നിവർന്നതിന് ശേഷം കുറേ കാര്യങ്ങളുണ്ട്. ഞാനെന്തായാലും എത്താൻ ലേറ്റായതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും കാണാനും പറ്റിയില്ല, വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഞാനിവിടെ പോയത് തന്നെ നമ്മളിപ്പം എൻ്റെ ഒരു ജീവിതത്തിൽ ഇത്രയും പ്രായമായിട്ട് ഞാനിവിടെ പോയത് തന്നെ വളരെ ചെറുപ്പത്തിൽ, ഒരു 12 വയസ്സിൽ പോയിട്ടുണ്ട്. അത് രാത്രി എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അങ്ങനെ പോയതാണ്. രാത്രി പോയിട്ട് അന്ന് കോരിച്ചെറിയുന്ന മഴയായിരുന്നു. അപ്പം തന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. ഇന്നലെ രാത്രി നമ്മൾ പ്ലാൻ ഇട്ടായിരുന്നു, ഞാനും അനീഷും കൂടിയിട്ട് പോകാനുള്ള പ്ലാൻ ഇട്ടായിരുന്നു. അപ്പോൾ എന്തോ കാരണവശാൽ പറ്റിയില്ല. അത് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചത്. അത് ഭയങ്കര സങ്കടമുണ്ട്. അങ്ങനെ പിറ്റേന്ന് നമ്മൾ ഇന്ന് പകൽ ഉച്ചക്ക് 1 മണിക്കാണ് അവിടെ എത്താൻ പറ്റിയത്. അതും ഭയങ്കര സങ്കടം തന്നെയാണ്, ഇത്രയും ലേറ്റായിട്ട് എത്തിയതിൽ. എന്തായാലും അതിനുശേഷം ഭയങ്കര ഒരു നമുക്ക് മനസ്സിന് അത്രയധികം എന്താ പറയേണ്ടത്, ഭയങ്കര ഒരു സന്തോഷവും ഭക്തിയും ഒക്കെ നിറയുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ചുറ്റും കുഞ്ഞി കാടും. ഇത് ശരിക്കും ഒരു വയലിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അപ്പോൾ കുഞ്ഞി കാടും ഒക്കെ ആയിട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അത് വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും നിങ്ങൾ കണ്ടിട്ടൊന്ന് അഭിപ്രായം തീർച്ചയായിട്ടും പറയണം. പിന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാർ, സംഘാടകർ നൽകുന്ന ബത്തക്ക ഉണ്ടല്ലോ, തണ്ണിമത്തൻ കട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർ എടുത്തിട്ട് ഭക്തജനങ്ങളുടെ ഇടയിലേക്ക് പോയിട്ട് അങ്ങനെ കൊടുക്കുന്ന ഒരു സംഭവങ്ങളും കണ്ടിട്ടുണ്ട്. അടുത്തൊന്നും അങ്ങനെയുള്ളൊരു സംഭവം കണ്ടിട്ടില്ല, ചിലയിടത്ത് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇവിടെ അതുപോലെ തന്നെ ഭക്ഷണത്തിന് ക്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ചുറ്റി വളഞ്ഞിട്ട് വരുമ്പോഴേക്കും ഒരു 2 കിലോമീറ്ററോളം ക്യൂ ഉണ്ട്. അപ്പോൾ അവിടെയും ഇതേപോലെ തന്നെ അവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ വളണ്ടിയേഴ്സ് വന്നിട്ട് വെള്ളം, ഈ ക്യൂ നിൽക്കുന്ന ഭയങ്കര വേലൊക്കെയാണല്ലോ, ക്യൂ നിൽക്കുന്നതുകൊണ്ട് ദാഹിക്കുന്നതും ക്ഷീണമാവുന്നതും അങ്ങനെ ഒരു അവസ്ഥയുണ്ടാവും. കാരണം 3-4 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്. അതൊരു വേറെ തന്നെ സുഖമായിട്ടാണ് എനിക്കും തോന്നിയത്. ഞാനും നിന്നൊരു 3 മണിക്കൂർ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഈ വളണ്ടിയേഴ്സ് വന്നിട്ട് വെള്ളം വേണോ, ദാഹിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഒരാളെ സുഖവിവരം അന്വേഷിച്ചിട്ട് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭവം തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും കണ്ണൂർ ജില്ലയിൽ മാണിയൂർ കിഴക്കൻകാവിൽ അടുത്ത വർഷമെങ്കിലും നിങ്ങൾ എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടം തന്നെയാണ്. പിന്നെ
ഇവിടെ കാണാൻ കഴിഞ്ഞത് തിരുമുടി തിരുമുടി എന്ന് പറഞ്ഞാൽ അങ്ങ് ഇവിടം വരെയുണ്ട്. വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ വളരെ വ്യക്തമായിട്ട് അവിടെ അനൗൺസും ചെയ്യുന്നുണ്ട്. അതുപോലെ ജനങ്ങൾ ശരിക്കും ഒരു ഉത്സവം എന്ന് പറയുമ്പം കിഴക്കൻകാവിലെ ഉത്സവം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരുപാട് തെയ്യ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും ജനങ്ങളുണ്ടെങ്കിലും പക്ഷേ ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷവും ആ ഒരു ഭക്തിസാന്ദ്രമായ ആ ജനങ്ങൾ മറ്റുള്ള സ്ഥലത്തെല്ലാം കൂവി വിളിയും അതുപോലെ പല സൗണ്ടൊക്കെ ഉണ്ടാക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. സൈലൻ്റായിട്ട് അമ്മേ ദേവി മഹാമായ എന്നൊക്കെയുള്ള ആ ഒരു പ്രാർത്ഥനയിലാണ് ഭക്തജനങ്ങളെ കണ്ടത്. വളരെയധികം സൈലൻ്റൊക്കെ ആയിട്ട് നല്ല നാടിൻ്റെ തന്നെ ഉത്സവമായിട്ട് ആണ് കണ്ടത്. അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയപ്പോഴും ഞങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഞങ്ങളുടെ പിറകിലൊക്കെ ആൾക്കാരുണ്ടെങ്കിലും മറ്റ് പല സ്ഥലത്തുനിന്നും ഞങ്ങൾക്ക് ഏറ് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അങ്ങോട്ട് മാറി എന്ന് പറയുന്നത് ഈ സ്ത്രീകളാണ്, പുരുഷന്മാരുള്ള സ്ത്രീകൾ അങ്ങനെ കല്ലെടുത്തിട്ടൊക്കെ എറിയും, അങ്ങോട്ട് മാറി കാണാൻ പറ്റുന്നില്ല എന്ന്. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏത് ഉത്സവമായാലും ലോകത്തിൻ്റെ മുന്നിൽ എത്തിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സാണ്. അല്ലാതെ മീഡിയക്കാർ വന്നിട്ട് ജസ്റ്റ് ഒരു പരസ്യം പോലെ വാർത്തയിലൊക്കെ കൊടുക്കുന്നതെന്നല്ലാണ്ട് ഈ യൂട്യൂബേഴ്സ് വ്ളോഗേഴ്സ് വന്നിട്ട് ഇങ്ങനെ നാടിൻ്റെ ആ ഒരു ഐശ്വര്യവും ഒക്കെ ജനങ്ങളിലേക്ക് ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത് യൂട്യൂബേഴ്സാണ്. അപ്പം നിങ്ങൾ ആരും ഇങ്ങനെ കല്ലെറിയാനോ അല്ലെങ്കിൽ പിന്നെ യൂട്യൂബേഴ്സിനെ അങ്ങനെ കുറ്റം പറയാനോ പാടില്ല. അത് ഇത്രയും വളരെയും എന്താ പറയേണ്ടത്, അത് വളരെ മോശമാണ്. കാരണം ഒരു യൂട്യൂബർ വന്നിട്ട് ഒറ്റൊരു സ്ഥലത്ത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ എടുക്കാറില്ല. പല സ്ഥലത്തും കറങ്ങി തിരിഞ്ഞിട്ടാണ് അവർ എടുക്കുന്നത്. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടൊന്നും വരില്ല. 1 മിനിറ്റോ ഒരു 10 സെക്കൻഡ് 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് നിൽക്കുന്നല്ലാതെ മറ്റുള്ള സ്ഥലമൊക്കെ കവർ ചെയ്തിട്ട് നമ്മുടെ നാടിനെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനിയുള്ള ചേച്ചിമാരായാലും എല്ലാവരും ഇതേമാതിരി ഉപദ്രവിക്കുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. എന്തായാലും ഇവിടെ നല്ലൊരു അനുഭവമായിരുന്നു. എനിക്ക് മറക്കാൻ പറ്റില്ല. അത്രയും ഭയങ്കര സന്തോഷവും ഉള്ളൊരു അനുഭവം തന്നെയായിരുന്നു. പിന്നെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 മണിക്കൂർ ക്യൂ നിന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു 10-15 സ്ത്രീകൾ വന്നിട്ട് അങ്ങ് കയറി. ഞങ്ങളിവിടെ സ്ഥലം നോക്കി വെച്ചതാണെന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ 3 മണിക്കൂർ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് അടിച്ചങ്ങ് കയറിയിട്ട് അവർ കയ്യൂക്കുള്ള കാര്യക്കാരെ എന്ന് പറഞ്ഞവർ അവർ കൂളായിട്ട് നിങ്ങളവിടെ ബേക്കിൽ നിന്നോ, അതിലെന്താ ഞങ്ങളിതാ പോയിട്ട് പെട്ടെന്ന് നിങ്ങളെയൊക്കെ എന്താ പറയേണ്ടത് ഇളമ്പ്യരാക്കിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് കഴിച്ചിട്ട് വരട്ടെ, നിങ്ങളവിടെ നിൽക്ക്, നിങ്ങൾ വെയിറ്റ് ചെയ്യ്, നിങ്ങൾ ക്യൂ നിൽക്ക് എന്നുള്ള ആ ഒരു ഇതിൽ അവർ വല്ലാത്തൊരവസ്ഥയിൽ ഇന്നലെ എത്തിച്ചു. ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. എൻ്റെ മുന്നിലുള്ള ആൾക്കാരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ. പിന്നെ അപ്പോൾ ഒന്നും ചോദിച്ചില്ല. ഇനി അവർക്ക് വല്ലാതെ വിശപ്പുണ്ടെങ്കിൽ അവരങ്ങ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങ് വിട്ട് കൊടുത്തു. എന്തായാലും കിഴക്കൻകാവിലെ ഭഗവതിയെ ഒന്ന് കാണൂ, കൺകുളിർക്ക് കാണൂ. അതുപോലെ തന്നെ കുറച്ച് ക്ഷേത്രം ഞാൻ അവിടെ ചുറ്റും ഉള്ള കുറച്ച് ക്ഷേത്രം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും അതുപോലെ സൂര്യക്ഷേത്രവും പിന്നെ അയ്യപ്പൻ ക്ഷേത്രവും ഇതൊക്കെയാണ് എടുക്കാൻ പറ്റിയത്. ശ്രീകൃഷ്ണ ക്ഷേത്രം കുറച്ചൊന്ന് മാറിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ക്യൂവിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് പോകുമ്പോഴേക്ക് ക്യൂ ഒന്നുമല്ലാതാവും. അതുപോലെ തന്നെ പിന്നെ തിരുമുടി അഴിക്കേണ്ട ഒരു ടൈമും ആവും. അപ്പോൾ തിരുമുടി അഴിക്കുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബാക്കി 3 ക്ഷേത്രത്തിൻ്റെയും വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണൂ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഭാഗ്യം ചെയ്തവരാണ്, ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾക്കെല്ലാവർക്കും അമ്മയുടെ സർവ്വ ഐശ്വര്യം ഉണ്ടാകട്ടെ. ഈ അമ്മയെ കാണാൻ തന്നെ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഇത്രയും വയസ്സായിട്ടും നമ്മുടെ കണ്ണൂർ ജില്ലയിലുണ്ടായ ഈ ഒരു ക്ഷേത്രത്തിൽ പോകാനോ അവിടുത്തെ അമ്മയെ കാണാനോ പറ്റിയിട്ടില്ല. എന്തായാലും നിങ്ങൾ കാണൂ, ആസ്വദിക്കൂ. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കുറേ എന്നെ തിരിച്ചറിയുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും നല്ല സ്നേഹമായിട്ട് പെരുമാറി. വളരെ കുറച്ച് ആൾക്കാരെ തൊട്ടടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ദൂരെ നിന്നിട്ടാണ് ചിരിച്ചത്. എന്തായാലും എൻ്റെ വീഡിയോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ 10 പേരാ കാണുന്നുണ്ട്. ആ 10 പേരും എൻ്റെ മനസ്സിൻ്റെ അകത്താണ്. നിങ്ങൾ ചങ്കാണ് എന്ന് പറയില്ലേ, നിങ്ങൾ ചങ്കല്ല, ചങ്കിനകത്താണ്
എൻ്റെ ചങ്കിനകത്താണ് നിങ്ങൾ ഓരോരോ ആളും ഉണ്ടാവുക. അപ്പോൾ എന്നെ അറിയെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിങ്ങോട്ട് വന്നിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ സെൽഫി വീഡിയോ എടുക്കും, അല്ലെങ്കിൽ സെൽഫി ഫോട്ടോ എടുക്കും. താല്പര്യമുള്ളവർക്ക് എന്തായാലും എല്ലാവർക്കും സർവ്വ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്ന വീഡിയോ കാണും. അന്നേരം മാനൂർത്തി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്.